ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ചരിത്രം കുറിച്ച് വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിന് കേരളത്തിന്റെ ഊഷ്മള സ്വീകരണം. ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഉയരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ സമുദ്രമേഖലാ വികസനത്തിന് വിഴിഞ്ഞം നാഴികക്കല്ലാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. അടിയന്തരാവസ്ഥാ വാർഷികമായ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഭരണഘടനയെ അട്ടിമറിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ദിനാചരണമെന്ന് പ്രധാനമന്ത്രി. ബിംസ്റ്റെക് വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. വിവിധ മേഖലകളിലെ പ്രാദേശിക സഹകരണം ചർച്ചയായി. കേരളത്തിൽ കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. കേരളത്തിൽ വ്യാപക മഴ. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുംബൈ സന്ദർശിക്കും. ഗോരോഗാവിലെ നെസ്കോ എക്സിബിഷൻ സെന്ററിൽ 29,400 കോടി രൂപയിലധികം ചെലവ് വരുന്ന റോഡ്, റെയിൽവേ, തുറമുഖ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. വൈകിട്ട് INS ടവേഴ്സ് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം ഇന്ത്യൻ ന്യൂസ് സർവീസ് സെക്രട്ടേറിയറ്റ് സന്ദർശിക്കും. 16,600 കോടി രൂപയുടെ താനെ ബോറിബലി ടണൽ പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. 6,300 കോടി രൂപയുടെ ഗൊരേഗാവ് മൊളുണ്ട്ലിംഗ് റോഡ് പദ്ധതിയുടെ തുരങ്ക നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. നവി മുംബൈയിലെ കല്യാൺ യാർഡ് പുനർനിർമ്മാണത്തിനും ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനലിനും അദ്ദേഹം തറക്കല്ലിടും. ലോകമാന്യ തിലക് ടെർമിനസിന്റെ പുതിയ പ്ലാറ്റ്ഫോമുകളും ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും. ചരിത്രം കുറിച്ച് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ മദർഷിപ്പ് സാൻ ഫെർണാൻഡോയെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളും ചേർന്ന് ഔദ്യോഗികമായി സ്വീകരിച്ചു. കേരളത്തിന്റെ വികസനത്തിൽ വൻ കുതിപ്പാകും വിഴിഞ്ഞം സമ്മാനിക്കുക. വിശദാംശങ്ങളിലേക്ക്. ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഉയരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാൻഡോയ്ക്കുള്ള സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള സാധ്യത സൃഷ്ടിക്കുന്ന ഇന്ത്യയ്ക്കാകെ അഭിമാനിക്കാവുന്ന പദ്ധതിയാണിത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇപ്പോൾ ട്രയൽ അടിസ്ഥാനത്തിലാണെങ്കിലും ഉടൻ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറും. 2028ഓടെ വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര കപ്പൽചാലിന്റെ കേവലം 11 നോട്ടിക്കൽ മൈലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും പ്രകൃതിദത്തമായ 20 മീറ്റർ സ്വാഭാവിക ആഴമുള്ളതുമായ തുറമുഖമാണ് വിഴിഞ്ഞം. മുഖ്യ കടൽപാതയോട് ഇത്രമേൽ അടുത്ത് നിൽക്കുന്ന മറ്റൊരു തുറമുഖം ഇന്ത്യയിലില്ല. ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം 10 ലക്ഷം 20 ഫുട്ട് ഇക്വലന്റ് യൂണിറ്റ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖമായി ഇത് മാറും. 8,867 കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആകെ മുതൽ മുടക്ക്. അദാനി കമ്പനിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാതാക്കളും നടത്തിപ്പുകാരും. 5,000-ലധികം തൊഴിലവസരങ്ങളാണ് തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുക. ഡാനിഷ് കണ്ടെയ്നർ ഷിപ്പ് കമ്പനി മേഴ്സ്ക് ലൈനിന്റെ സാൻ ഫെർണാൻഡോ ചൈനയിലെ ഷിയാമൻ തുറമുഖത്ത് നിന്നാണ് വിഴിഞ്ഞത്തെത്തിയത്. 2,000-ഓളം കണ്ടെയ്നറുകളാണ് കപ്പലിൽ നിന്ന് വിഴിഞ്ഞത്ത് ഇറക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോകോത്തര നിലവാരമുള്ള തുറമുഖമായി വിഴിഞ്ഞത്തെ മാറ്റാൻ കേരള സർക്കാർ നൽകിയ പരിശ്രമങ്ങളെ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കേന്ദ്ര മന്ത്രി സർബാനന്ദ സോനോവാൾ അഭിനന്ദിച്ചു. രാജ്യത്തെ സമുദ്രമേഖലയുടെ വികസനത്തിന് സുപ്രധാന നാഴികക്കല്ലായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് ലോകോത്തര നിലവാരമുള്ള തുറമുഖങ്ങൾ സൃഷ്ടിക്കുകയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ് വിഴിഞ്ഞമെന്നും അദ്ദേഹം പറഞ്ഞു. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, അദാനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്നലെ രാവിലെയാണ് സാൻ ഫെർണാൻഡോ മദർഷിപ്പ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ വിഴിഞ്ഞത്തേക്ക് സ്വീകരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ 2 മുതൽ 3 മാസം വരെ തുടരും. സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തോടെ തുറമുഖം കമ്മീഷൻ ചെയ്യും. സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്കുള്ള എഞ്ചിനാണ് ബിംസ്റ്റെക് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരവും സമൃദ്ധവും സുസ്ഥിരവും സുരക്ഷിതവുമായ ബിംസ്റ്റെക് മേഖലയ്ക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിച്ചു. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. കണക്ടിവിറ്റി, ഊർജ്ജം, വ്യാപാരം, ആരോഗ്യം, കൃഷി, ശാസ്ത്രം, സുരക്ഷ
ജനങ്ങളുമായുള്ള ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ്, ലുക്ക് ഈസ്റ്റ് പോളിസീസ്, സാഗർ ദർശൻ നയങ്ങൾ ശ്രീ മോദി എടുത്തു പറഞ്ഞു. സെപ്റ്റംബറിൽ തായ്ലൻഡിൽ നടക്കാനിരിക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്ക് രാജ്യത്തിന്റെ പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി അറിയിച്ചു. എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 1975 ജൂൺ 25-നാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിച്ചമർത്തുന്ന സർക്കാരിനു കീഴിൽ വിവരണാതീതമായ പീഡനങ്ങൾ നേരിട്ടിട്ടും ജനാധിപത്യം പുനരുജ്ജീവിപ്പിക്കാൻ പോരാടിയ ദശലക്ഷക്കണക്കിന് ആളുകളെ ആദരിക്കാനാണ് ഈ തീരുമാനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനിലും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യ പ്രതിരോധത്തിന്റെയും ബോധം നിലനിർത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനയെ അട്ടിമറിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കും സംവിധാൻ ഹത്യാ ദിവസെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ ഭരണകാലത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ ദുരിതമനുഭവിച്ച ഓരോ വ്യക്തിക്കും ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ദിനം കൂടിയായിരിക്കും ഇതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവലോകനം ചെയ്തു. പ്രദേശത്ത് കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകളും ഭക്ഷണ സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രോഗം ബാധിച്ചവർ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണ്. സാധ്യമായ എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ ക്ലസ്റ്ററുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൊതു ആവശ്യ ഫണ്ടിലേക്ക് 421 കോടി രൂപ കൂടി ധനവകുപ്പ് അനുവദിച്ചു. ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ജൂൺ ജൂലൈ മാസങ്ങളിലെ ഗഡുവായാണ് തുക അനുവദിച്ചത്. ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ വ്യാപക മഴ. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യ സൂത്രധാരൻ രാകേഷ് രഞ്ജനെ സിബിഐ അറസ്റ്റ് ചെയ്തു. റോക്കി എന്നറിയപ്പെടുന്ന ഇയാളെ 10 ദിവസത്തെ സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. രാകേഷിന്റെ അറസ്റ്റോടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ആദ്യ സെമിയിൽ ഡാനിൽ മെദ്വദേവ് കാർലോസ് അൽക്കാരസ് പോരാട്ടം പുരോഗമിക്കുന്നു. രണ്ടാം സെമിഫൈനലിൽ ഇറ്റാലിയൻ താരം ലോറൻസോ മുസെറ്റി സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചുമായി ഏറ്റുമുട്ടും. മറ്റന്നാളാണ് ഫൈനൽ. നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക് താരം ബാർബോറ കൊച്ചിക്കോവ ഇറ്റലിയുടെ ജാസ്മിൻ പവോലിനിയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 622 പോയിന്റ് വർദ്ധിച്ച് 80,519-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 186 പോയിന്റ് ഉയർന്ന് 24,502-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 240 രൂപ കൂടി 54,080 രൂപയും ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 6,760 രൂപയുമായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ചരിത്രം കുറിച്ച് വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിന് കേരളത്തിന്റെ ഊഷ്മള സ്വീകരണം. ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഉയരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ സമുദ്രമേഖലാ വികസനത്തിന് വിഴിഞ്ഞം നാഴികക്കല്ലാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. അടിയന്തരാവസ്ഥ വാർഷികമായ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഭരണഘടനയെ അട്ടിമറിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ദിനാചരണമെന്ന് പ്രധാനമന്ത്രി. ബിംസ്റ്റെക് വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. വിവിധ മേഖലകളിലെ പ്രാദേശിക സഹകരണം ചർച്ചയായി. കേരളത്തിൽ കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം, ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. കേരളത്തിൽ വ്യാപക മഴ. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.